കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. അച്ഛന്റെ കുടുംബത്തിലേക്ക് മൈക്ക് അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടല്ല ഞാൻ കയറി ചെല്ലുന്നത്. ആ വീട്ടിലുള്ള മറ്റാരോടും ഞാൻ ആരോടെന്ന് വെളിപ്പെടുത്തുകയില്ല. അച്ഛനെ കാണണം, അവിടുത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് സംസാരിക്കണം. അദ്ദേഹത്തിന്റെ സമീപനം എന്താണെന്ന് സംസാരിച്ചു തുടങ്ങുമ്പോഴല്ലേ മനസ്സിലാവുകയുള്ളൂ. അദ്ദേഹം നിന്നെ തള്ളിപ്പറയുകയാണെങ്കിലോ? ആ വീട്ടിൽ അനാവശ്യമായി ഒരു രംഗം ഉണ്ടാകാൻ പാടില്ല. നിന്റെ നാവിൽ നിന്ന് ആ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും വീഴാൻ പാടില്ല. അങ്ങനെ ഉണ്ടായെന്നറിഞ്ഞാൽ ഇങ്ങോട്ട് നോക്ക്, പിന്നെ നിനക്ക് അമ്മയുണ്ടാവില്ല. എന്താ കൃഷ്ണയ്ക്ക് ഒന്നും പറയാനില്ലേ? അങ്ങനൊരു രംഗം ഉണ്ടാവില്ലമ്മ. ഒരു കുഴപ്പവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അച്ഛൻ ഇന്ന് തിരുവനന്തപുരത്ത് പോകുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു. ആ പോണം. ഞാനും വന്നാലോ എന്ന് ആലോചിക്കുക. എന്തു പറ്റിയച്ച? ഒന്നുമില്ല. നിനക്കെന്താ തിരുവനന്തപുരത്ത് കാര്യം? അത് കൊള്ളാം. ഇത് പഴയ ഏതോ ഒരു സിനിമയിൽ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യമൊന്നും ചോദിക്കുന്ന പോലെ. എക്സാം കഴിഞ്ഞു വന്ന് ഇവിടെ നിന്നിട്ട് വല്ലാതെ ബോറടിക്കുന്ന അച്ഛാ. ഒരു രസവും ഇല്ല. എന്നാ പിന്നെ 2 ദിവസം ഗീതയുടെ വീട്ടിൽ പോയി നിൽക്ക്. ആകെയുള്ള ചേച്ചിയല്ലേ അവള്. നന്നായി. ഇവിടെ ബോറടിയേ ഉള്ളൂ. അവിടെ ചെന്ന തലവേദനയും കിട്ടും. ഗീതേച്ചിയുടെ അമ്മായിയപ്പനുണ്ടല്ലോ ആ എസ് ഐ, എന്തൊരു ബോറിനയാള്. തിരുവനന്തപുരത്ത് ചെന്നാൽ ഞാൻ അവിടെ തങ്ങുന്നില്ല. ചെല്ലുക, ദേവികയെ കാണുക, അല്ല ദേവരാജൻ പിള്ളയെ കാണുക, പെൻഷൻകാരി സംസാരിക്കുക, അപ്പൊ തന്നെ മടങ്ങുക. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒരു യാത്ര ചെയ്യാന്നല്ലാണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ടല്ല ഞാൻ കൂടെ വരുന്നത് അച്ഛൻ ഇഷ്ടമല്ല, അതാ കാര്യം. എന്നാ അങ്ങനെ തന്നെ വെച്ചോ. ഇത് അമ്മയുടെ മോളുടെ സ്വഭാവം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പണുങ്ങ. ഇനി ഒരിക്കലാവട്ടെ നമുക്ക് വിശദമായൊരു യാത്ര നടത്താം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടിയിലും ആറ്റുകാലിലും ഒക്കെ തൊഴാം. പിന്നെ കാഴ്ച ബംഗ്ലാവിൽ അനാക്കോണ്ടയും വെള്ളക്കടുവയും ഒക്കെ പോയി കാണാം. കാഴ്ച കാണാനൊന്നുമല്ല ഞാൻ അച്ഛൻ്റെ ഒപ്പം വരുന്നെന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് അച്ഛനോട് മാത്രമായിട്ട് ചിലത് സംസാരിക്കാനുണ്ട്. അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അച്ഛനാവുമ്പോ കല്യാണക്കാര്യമാണെങ്കിൽ എനിക്കും മനസ്സിലാവില്ല. എന്താ മോളെ ഇത്? ഇപ്പൊ ഞങ്ങള് പറയുന്നത് മനസ്സിലാവാത്തത് നിനക്കാ. എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ, അതിന് മോളുത്തരം എന്താ? നന്ദഗോപനുമായുള്ള കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിനക്ക് തക്കതായ എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടെങ്കിൽ പറ.
അങ്ങനെ ഒരു കാരണം ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ, അതിനർത്ഥമുണ്ടെങ്കിൽ നമുക്ക് ആലോചന മാറ്റിവെക്കാം. പറയ്. നിനക്ക് എനിക്കിപ്പോ കല്യാണത്തിനുള്ള മാനസികാവസ്ഥ ഇല്ല. ബാലിശ, നിന്റെ മറുപടി വെറും ബാലിശ. അച്ഛാ നോക്ക്, നന്ദഗോപനോട് പെണ്ണ് കാണൽ ചടങ്ങിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ വന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. അന്നേരം തന്നെ പിടിച്ച് കെട്ടിക്കൊന്നുമില്ലല്ലോ. ഓ, അച്ഛന്റെ അടുത്ത് രാവിലെ ശുപാർശയായിട്ട് എത്തിയല്ലേ? അവൾ എന്നോടല്ലാതെ പിന്നെ ആരോട് പറയാനാ? താൻ വിഷമിക്കണ്ട, മോള് സമ്മതിച്ചു. അച്ഛാ എന്ന് പറഞ്ഞാൽ നന്ദൻ വന്ന് പെണ്ണ് കാണട്ടെ എന്ന് സമ്മതിച്ചു. അങ്ങനെ പടിപടിയായിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ നടക്കുക. പക്ഷേ വേണ്ട വേണ്ട, ആ ഒരു വാക്കാണ് പ്രശ്നം. പക്ഷേ അതിങ്ങനെ എടുത്ത് കൂടെ കൂടെ പ്രയോഗിക്കല്ലേ. ശാരദേ, നീ ഇങ്ങനെ മെഴിച്ചേക്കാതെ പോയി ചായ എടുത്തോണ്ട. ആ ഉമ്മയോ, വാ മോളെ. വരില്ലേ അവിടെ? അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയി. അതുവഴി തൃശ്ശൂർക്ക് പോകുന്നു പറഞ്ഞിരുന്നു. ഗംഗയില്ലേ എങ്കിൽ? ഉണ്ട്. ഇന്നലെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഇവിടെ തനിച്ചിരുന്ന് ബോറടിക്കാന്നാ പറയുന്നത്. എങ്ങോട്ടോട്ട് പോവുകയില്ല. ചെല്. ആ ഉമ്മേ, ആ, അതെ, അവൾക്ക് ബാങ്കിലെ നന്ദഗോപന്റെ പ്രപ്പോസലിന്റെ കാര്യം ഉമ്മയ്ക്ക് അറിയാലോ. അച്ഛൻ പറയുന്ന കേട്ടു. നല്ല ആലോചനയാ. പ്രശ്നം എന്താന്ന് വെച്ചാ ഗംഗ അടുക്കുന്നില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ കല്യാണം വേണ്ടാന്ന് ഒരേ പല്ലവി. ഞാനും ശാരദയും പറഞ്ഞു നോക്കി, രക്ഷയില്ല. വീട്ടുകാർക്ക് കഴിയാത്ത പലതും കൂട്ടുകാർക്ക് കഴിയും. മോള് ഗംഗയോട് ഈ വിഷയം ഒന്ന് സംസാരിക്കണം എന്ന് വെച്ചാ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. നിങ്ങൾ സമപ്രായക്കാരൊക്കെ ആവുമ്പോ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാലോ. ഉമ്മ ഈ ദൗത്യം ഏറ്റെടുക്കണം. ഗംഗയുടെ സ്വഭാവം വെച്ചിട്ട് എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കാം. മതി, എന്നാ അകത്തേക്ക് ചെയ്യില്ല. ഗംഗ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത് നിനക്കല്ലേ ഉമ്മ? ആ നിന്നോട് ഞാൻ ഇനി എന്ത് പറയണമെന്ന്? മാഷങ്ങള് വളരെ പ്രതീക്ഷയോടെയാ എന്നെ നിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, ഈ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാ. അതിനിരയാവേണ്ടത് ഞാനും. എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ. നന്ദഗോപന് നിന്നെ അസ്ഥിയിൽ പിടിച്ചിരിക്കുക. അതുകൊണ്ട് അയാൾ ഇതിൽ നിന്ന് ഒരു കാരണവശാലും പിന്തിരിയില്ല. എന്റെ അച്ഛനാണല്ലോ നന്ദഗോപന്റെ ബ്രാൻഡ് അംബാസഡർ. വീട്ടിലൊരു 2-3 തവണയെങ്കിലും ദിവസവും അച്ഛൻ അയാളെക്കുറിച്ച് പ്രസ്താവന ഇറക്കാതിരിക്കില്ല. ഇവിടെ വന്ന് നിന്റെ അച്ഛന്റെ അമ്മയുടെയും കാതിൽ മുടങ്ങാതെ നന്ദഗോപ സ്തുതി അവതരിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ എല്ലാരും മനസ്സുകൊണ്ട് ആ മനുഷ്യനെ സ്വീകരിച്ചിരിക്കുക. നീ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് മനസ്സ് നീട്ടിയിട്ട് കാര്യമില്ല. തന്നെയുമല്ല, ഇത് ഗംഗയെ മാത്രമല്ല ബാധിക്കുന്നത്. എന്താ വേണ്ടതെന്ന് ഗിരിയോട് ചോദിക്കും. ഒരു പോംവഴി കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ഗിരിക്കൂല്ലേ? ഇങ്ങനെ ഒരു ആലോചന ഇവിടെ ചുറ്റിത്തിരിയുന്ന വിവരം നീ ഇതുവരെ ഗിരിയെ അറിയിച്ചില്ലേ? അറിയിച്ചു. ഗിരി ഇക്കാര്യം അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അത് ശരി. എന്നിട്ടാണോ ഗംഗ ഇങ്ങനെ ഉഴപ്പിയിരിക്കുന്നത്? അവധിക്ക് ഇങ്ങ് വന്നതിന് ശേഷമല്ലേ പ്രശ്നം ഇത്രയും ഗുരുതരമാണെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ ഗിരിയെ കണ്ടിട്ടുമില്ലല്ലോ. ഫോണിൽ സംസാരിക്കുന്നത് അത്ര സേഫ് അല്ല. അതുകൊണ്ട് എല്ലാം നേരിട്ട് പറയാൻ വേണ്ടി ഗിരി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഇവിടെ വരാനോ? ഇവിടെയല്ല, അമ്മയുടെ കൂടെ ഞാൻ അമ്പലത്തിൽ പോവും. അവിടെ നിന്ന് കൂട്ടുകാരിയെ കാണാനാണെന്ന് പറഞ്ഞ് ഗിരി കാത്തു നിൽക്കുന്നിടത്തേക്ക് ചെല്ലും. തമ്മി കാണുമ്പോ റൊമാൻസ് കൂടിയിട്ട് സംസാരിക്കാനുള്ള വിഷയത്തിന്റെ ഗൗരവം മറന്നു പോരുത്. ഇത് കുട്ടികളിയല്ല. ഇവിടത്തെ സാഹചര്യം കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. നന്ദഗോപനുമായുള്ള നിന്റെ വിവാഹം നടത്താൻ ഇവിടെ തീരുമാനമാവും. അതിൽ നിന്നും ആരും പിന്മാറാൻ പോകുന്നില്ല. ഗിരിയോടൊപ്പം അല്ലാതെ ഒരു ജീവിതം എനിക്കും ഉണ്ടാവാൻ പോകുന്നില്ല.
അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. ഞാനൊന്ന് അമ്പലത്തിൽ പോകാന്ന് വിചാരിക്കുക. തനിച്ചു പോവാതെ ഗംഗയെക്കൂടി വിളിച്ചോണ്ട് പോകും. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് മുഷിയണ്ട. അവളുടെ നിർബന്ധത്തിനാ പോകുന്നത്. പതിവില്ലാതെ ഇന്നലെ ഇങ്ങോട്ട് പറഞ്ഞു അമ്പലത്തിൽ പോയി തൊഴാന്ന്. അതെന്തായാലും നന്നായി. മോളുടെ കാര്യത്തിനെങ്കിലും നീ മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കുക. വിഘ്നമല്ലേ കാണുന്നത്? ഗണപതിക്കൊരു തേങ്ങ ഉടയ്ക്കാനും മറക്കണ്ട. അത് ഞാൻ മനസ്സിലോർത്തു. ഏ? നിങ്ങൾ റെഡിയായെങ്കിൽ നമുക്ക് ഒരുമിച്ചിറങ്ങായിരുന്നു. അല്ല, ഞാൻ കുറച്ച് ലേറ്റ് ആവും. നിനക്ക് ധൃതിയുണ്ട്, നീ പൊക്കോ. ഞാൻ പിന്നാലെ വന്നേക്കാം. നീ എന്താ ഇങ്ങനെ അടിമുടി നോക്കുന്നത്? അല്ല, പെൻഷൻ കാര്യത്തിന് തന്നെയല്ലേ പോകുന്നത്? പിന്നെ അല്ലാതെ ഒരുക്കം കണ്ടിട്ട് പെണ്ണ് കാണാൻ പോകുന്നത് പോലെയുണ്ട്. അത് പിന്നെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ വൃത്തിയും വെടുപ്പായിട്ട് പോകണം നീ തന്നെയല്ലേ പറയാറ്? ഓ, എന്ന് കരുതി ഈ ഒരുക്കം ശകലം കൂടുതലാ. ഞാൻ ഇപ്പോഴാ ഓർത്തത്, യാത്ര തിരുവനന്തപുരത്തേക്കാണല്ലോ. അതുകൊണ്ട് പഴയ സഹപ്രവർത്തകയുടെ നാടല്ലേ. അന്നത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഇന്നും ഒത്തുകൂടുന്നുണ്ടോ? തനിക്ക് എന്തിന്റെ കട ശാരദേ? ഏതോ ഒരു പെണ്ണുമ്പിള്ള പണ്ട് എന്നോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ ശരിക്കും ഓർക്കുന്നു പോലുമില്ല. അവരെവിടുന്നോ നമ്പർ തപ്പിയെടുത്ത് ഒന്നെന്നെ വിളിച്ചു എന്ന് വെച്ച് ഇങ്ങനെ സൗകര്യം തരാതിരുന്ന എങ്ങനെയാ? ഞാൻ എന്നാ ഒരു പഴയ കൈലിയും ഒരു മുഷിഞ്ഞ തോർത്തു ഒരു റബ്ബർ ചെരുപ്പിട്ട് പോയേക്കാം. നിനക്ക് സമാധാനാവുമല്ലോ? അയ്യോ, ഞാനൊരു നേരം പോക്ക് പറഞ്ഞതാ മാഷേ, ക്ഷമിക്ക്. പറയുന്ന ആളിന് മാത്രം തോന്നിയാ പോരാ നേരം പോക്കാന്ന്. കേൾക്കുന്നവർക്കും അങ്ങനെ തോന്നണം. ഇതൊരുമാതിരി കുത്തുവാക്ക് പറയുന്ന പോലെ. സ്വന്തം ഭാര്യ, മകൾ, കുടുംബം എന്നല്ലാതെ വേറൊരു വിചാരമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ നോവും. ശേ, പറഞ്ഞല്ലോ ഞാൻ, ക്ഷമിക്കേ. ഗംഗ ഒരുങ്ങിയൊന്ന് നോക്കട്ടെ. ട്രെയിൻ നമ്പർ 6343 തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് ടൗൺ വരെ പോകുന്ന അമൃത എക്സ്പ്രസ് സൈക്കിൾ. ഇല്ലമ്മേ, ഞാൻ ദേ ട്രെയിനിൽ നിന്നിറങ്ങി ഇപ്പൊ സ്റ്റേഷന് പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. പരിചയക്കാരെ ആരെങ്കിലും കണ്ടോ മോളെ? ഞാൻ എന്താ രാഷ്ട്രീയത്തിലെ സിനിമയിലുള്ള ആളാണോ നാട് നീളെ പരിചയക്കാരുണ്ടാവാൻ? ഈ അമ്മയുടെ ഒരു ടെൻഷൻ. ദയവ് ചെയ്ത് അമ്മ അവിടെ ഇരുന്ന് ഓരോന്നാലോചിച്ച് BP കൂട്ടല്ലേ. ഇവിടെ നിന്ന് ഞാനൊരു ഓട്ടോ വിളിച്ച് പോവാൻ തുടങ്ങുമോ? മുല്ലമുറ്റെന്നല്ലേ വീട്ടുപേര്? ചെമ്മാനശ്ശേരി എന്ന ആ സ്ഥലത്തിന്റെ പേര്. അത് മറന്നില്ല. ശരി, ഞാനെന്നാ പിന്നെ വിളിക്കാം. ഓട്ടം പോകാമല്ലോ അല്ലേ? അതെന്ത് ചോദ്യോ? കേറിയാട്ടെ. ചെമ്മാനശ്ശേരിയിലാ പോകേണ്ടത്. അവിടെ ഒരു മുല്ലമുറ്റത്തെ മാധവൻ മാഷിന്റെ വീട് വരെ പോകണം. ഈ പറഞ്ഞ സ്ഥലം അറിയോ? ചെമ്മാനശ്ശേരി മുല്ലമുറ്റത്ത് മാധവൻ മാഷ്. മോളെന്താ എന്നെ കളിയാക്കാണ്? ആ കേറ് കേറ്. ഗംഗമോളെ, മോളിപ്പോ ഇവിടെ എന്തിനു വന്നു? ഞാന് തൃശ്ശൂർ വരെ പോകാൻ ഇറങ്ങിയതാ. വണ്ടി വരാറായി. ഗംഗ എന്തു പറ്റി? ഗംഗമോള് എന്താ ഇങ്ങനെ നോക്കുന്നത്? അച്ഛനുണ്ടോ കൂടെ? അച്ഛൻ മോളിങ്ങോട്ട് വന്നേ, ഭയങ്കര വെയില്, നമുക്ക് തള്ളത്തോട്ട് നിൽക്കാം. മോൾക്ക് എന്തു പറ്റി? അച്ഛനോടോ അമ്മയോടോ മുഷിഞ്ഞ് വർത്തമാനമെല്ലാം ഉണ്ടായോ? എന്നിട്ട് ഉമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. ഗംഗേ? ഗംഗയോ? ഞാൻ ഗംഗയല്ല. സാറിന് ആള് മാറിയതാ. ഞാൻ കൃഷ്ണയാ. കൃഷ്ണയോ? ഏത് കൃഷ്ണ? ഈ ഗംഗയെന്ന് പറയുന്നത് ആരാണ്? ഒരുപക്ഷെ കണ്ടാൽ എന്റെ ചായ ഉണ്ടായിരിക്കും. എനിക്ക് ചെമ്മാനശ്ശേരി വരെ ഒന്ന് പോകണം. അവിടെ മുല്ലമുറ്റം വീട്ടിലെ മാധവൻ മാഷിനെ കാണാൻ വന്നതാ. സാറിനറിയോ ആളിനെ? അറിയോന്ന്? അല്ല, കുട്ടി എവിടുന്നാ വരുന്നത്? തിരുവനന്തപുരത്തുനിന്നാ. ഞാൻ ആദ്യം
ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. സാറിന് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അഡ്രസ് ഉണ്ട്, ഞാൻ തേടി പിടിച്ചോളാം. മോളെ, ഈ പറഞ്ഞ മാധവ മാഷിനെ എന്തിനാ കാണുന്നത്? അത് കോൺഫിഡൻഷ്യൽ സാർ. അല്ല, എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പെങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. കുറേ നാളായി തമ്മിൽ കണ്ടിട്ട്. അവൾക്ക് ഇതുപോലൊരു മോളുണ്ട്. എന്റെ ബന്ധുവിന്റെ പേര് രാധാമണി എന്നാ. രാധാമണിയുടെ മോളാണോ കുട്ടി? അല്ല, എന്റെ അമ്മയുടെ പേര് ദേവികയെന്നോ. ശരി സാർ. ദാ. മോളായിരുന്നു. അല്ല, അമ്പലത്തിൽ പോയിട്ട് നീ എന്താ ഇത്ര വേഗം തിരിച്ചു പോന്ന്? അമ്മയോടെ? മനസ്സിലായി. അമ്മയെ പോലെ മോൾക്ക് സംശയമായിരിക്കും അച്ഛൻ ഒരുക്കം കൂടിപ്പോയോന്ന്. ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് പ്രഖ്യാപിച്ചത് നിന്റെ അമ്മ തന്നെയാണ്. ഇപ്പൊ പ്ലേറ്റ് മാറ്റി. ഈ പെൺവർഗം എന്ന് പറയുന്നത് അവസരവാദികളാണ്. എന്താ മോളെ? എന്താ ഗംഗ മോളെ? ഞാൻ ഗംഗയല്ല. പിന്നെ? ഞാൻ അങ്ങോട്ട് വിളിക്കാം. അമ്മയാ വിളിച്ചത്. ശാരദ എന്തിനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശാരദയല്ല, ദേവിക. ഞാൻ ദേവികയുടെ മകൾ. അച്ഛനെ കാണാൻ വേണ്ടി വന്നത്. അച്ഛാ, നീ ദേവികയുടെ? അതെ, ദേവിക ടീച്ചറുടെ മകൾ, മാധവൻ മാഷിന്റെ മകൾ. ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നത്? അമ്മ ഒരിക്കലും ഈ രഹസ്യം അച്ഛനെ അറിയിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അറിയിക്കണമെന്ന് വിചാരിച്ചതുമല്ല. അച്ഛന്റെ കുടുംബജീവിതത്തിൽ ഒരു പോറൽ പോലും ഏൽക്കരുതെന്ന് അമ്മയ്ക്കും എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നത് ഇഷ്ടമായില്ലെങ്കിൽ, എന്നോട് വെറുപ്പാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാം. ഒരു നിമിഷം പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല. വെറുപ്പില്ലെങ്കിൽ ആ കൈകൾ എന്റെ നെറുകയിലൊന്ന് വയ്ക്കണം. ആ അനുഗ്രഹം മാത്രം മതി എനിക്ക്.
മോളെ മോളെ എന്റെ കുട്ടി